നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയാം. കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രവാസികൾ നേരിട്ട് വന്നിരുന്ന ദുരിതങ്ങൾ ഓരോന്നായി നീങ്ങുകയാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യ അടക്കം കുവൈറ്റ് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 34 രാജ്യങ്ങളിൽ നിന്ന് വിമാന സർവീസ് തുടങ്ങുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. രാജ്യത്തെ വിമാന കമ്പനികളായ കുവൈറ്റ് എയർവേസും ജസീറ എയർവേസും ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റും നടത്തിയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഏകദേശ ധാരണയായെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ തുടർന്ന് ഘട്ടം ഘട്ടമായി വ്യോമഗതാഗതം ഈ രാജ്യങ്ങളിലേക്ക് അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇപ്പോൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളെ 2 വിഭാഗങ്ങളായി തരംതിരിച്ചായിരിക്കും നടപടികൾ സ്വീകരിക്കുക. ഇതിൽ കോവിഡ് വ്യാപനം ഏറ്റവും അധികമുള്ള രാജ്യങ്ങളിലേക്ക് വ്യോമഗതാഗതം ആരംഭിക്കുന്നത് കുറച്ചുകൂടി നീട്ടിവച്ചേക്കും. മറ്റ് രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ ആരംഭിക്കുന്ന കാര്യത്തിൽ വരുന്ന ആഴ്ചകളിൽ തന്നെ തീരുമാനമുണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. മടങ്ങിയെത്തുന്നവർക്ക് കുവൈറ്റിലെ ഹോട്ടലുകളിൽ ഒരാഴ്ച മുതൽ 14 ദിവസം വരെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നതായിരിക്കും. ഓരോരുത്തർക്കും പുറപ്പെടുന്ന രാജ്യത്തെ കോവിഡ് സ്ഥിതി അനുസരിച്ചായിരിക്കും ക്വാറന്റൈൻ ദിവസങ്ങൾ നിജപ്പെടുത്തുന്നത്. ഇത് ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പഠന വിധേയമാക്കി തീരുമാനമെടുക്കുന്നതായിരിക്കും. ഇതാദ്യമായാണ് വ്യോമഗതാഗതം പുനരാരംഭിക്കുന്ന കാര്യത്തിൽ സർക്കാർ വകുപ്പുകൾ അനുകൂലമായ പ്രതികരണം ഉന്നയിച്ചിരിക്കുന്നത്. യാത്രക്കാരെ കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കാവുന്ന മുൻകരുതൽ നടപടികളെ കുറിച്ച് വിശദമായ പദ്ധതിയാണ് വിമാന കമ്പനികൾ അധികൃതർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.